ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിൻ്റെ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മുട്ടമാലയിലാണ്, കണ്ണൂർക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള മുട്ടമാല. അപ്പോൾ പെരുന്നാളിൻ്റെ 2 ദിവസമായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ക്ലിപ്പാണിത്. പെരുന്നാളിൻ്റെ തലേന്നും പെരുന്നാളിൻ്റെ അന്നും. അങ്ങനെ ഞാൻ തലേന്ന് വൈകുന്നേരം പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ് മുട്ടമാല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് തന്നെ ഫസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മുട്ടമാലയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ വെക്കുന്നുണ്ട്. കുറേ ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല, കാരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാനിവിടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ തലേന്ന് തന്നെ ചിക്കൻ്റെ മാഗ്നേഷൻ്റെ ഫസ്റ്റ് കോട്ടിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ അരമണിക്കൂർ മുന്നേ എന്താക്കും, ചില്ലി പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് രണ്ടാമത്തെ കോട്ടിങ് കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ അതവിടെ മാറ്റി വെച്ച് പിന്നെ മസാലൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ രാവിലത്തേക്ക് വേണ്ട കറിയും കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മളെ പുഡിങ്ങിൻ്റെ പരിപാടിയാണ്. ഞാനൊരു ബിസ്ക്കറ്റ് പുഡിങ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഫസ്റ്റ് തന്നെ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ട്. പുഡിങ്ങിനെ സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റിൻ്റെ പൗഡേഴ്സും ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ബിസ്ക്കറ്റിൻ്റെ ക്രഷൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ലെയർ ആയിട്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റിലത്തെ ലെയർ നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ബ്രെഡ് നമ്മൾ മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യും. അതിൻ്റെ മേലിലായിട്ടാണ് ഈ ക്രീം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ ഈ ഒരു പുഡിങ്ങിൻ്റെ പണി. അപ്പോൾ അതിൻ്റെ മേലെ പിന്നെ ജസ്റ്റ് ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്രീമും ബിസ്ക്കറ്റിൻ്റെ ക്രഷും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലാസ്റ്റത്തെ വീഡിയോസ് എല്ലാം ക്ലിപ്പ് എന്താ പറയുക മിസ്സായി പോയിട്ടുണ്ട്, കാരണം സ്റ്റോറേജ് ഫുള്ളായിട്ട് എനിക്ക് എടുക്കാനേ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ എന്താ പറയുക ലാസ്റ്റ് ഭാഗം എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ മാക്സിമം കിട്ടിയ വീഡിയോ ക്ലിപ്പെല്ലാം വെച്ചിട്ടാണ് ഈ ഒരു വ്ളോഗ് ചെയ്തിട്ടുള്ളത്. ബാക്കി വീഡിയോ നിങ്ങൾ കാണുക. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഫുഡ് കഴിക്കലും ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി മെഹന്തി ഇടലാണ്. അപ്പോൾ ഒരു കൈക്ക് ഞാൻ തലേന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 കൈക്കും ഒരു ദിവസം ഇടൽ എന്തായാലും നടക്കില്ല എന്ന് ഉറപ്പായിരുന്നു. അവിടെ തലേന്ന് ഞാൻ ഒരു കൈക്ക് ഇട്ട് വെച്ചു. പിന്നെ ഇനി വലത്തെ കൈക്ക് ഇടണം. അപ്പോൾ വലത്തെ കൈക്ക് നോർമലി ഞാൻ തന്നെയാണ് ഇടൽ. പക്ഷേ സ്റ്റെൻസിൽ വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ വേഗം പണി കഴിയുമല്ലോ എന്ന് വെച്ചിട്ട് വേഗം സ്റ്റെൻസിൽ വെച്ചിട്ടു. ഈ മെഹന്തി ഇടുന്ന ടൈം തന്നെ ഭയങ്കര ലേറ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അയൺ ചെയ്യാൻ വിട്ടുപോയിട്ട് അതും അവിടെ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ പെരുന്നാളിൻ്റെ രാവിലെയാണ് പിന്നെ ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ 6 മണിക്കായിരുന്നു ഹസ്ബൻഡിന് പള്ളി ഉണ്ടായത്. അപ്പോൾ ഹസ്ബൻഡ് പള്ളിയിലൊക്കെ പോയി. അതിനുശേഷം ഞാനും മോനും കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ആക്കലാണ്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട്. എൻ്റെതും മോൻ്റെതും ഔട്ട്ഫിറ്റ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഹസ്ബൻഡ് മോർണിംഗ് തന്നെ പള്ളിയിൽ പോയതുകൊണ്ട് അവരെ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോൾ ഇനി അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ട സുറുക്കിയാണ് ആക്കുന്നത്. അതിന് ചിക്കൻ കുറുമയായിരുന്നു ഞാൻ കറി ഉണ്ടാക്കിയത്. അപ്പോൾ തലേന്ന് അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചതുകൊണ്ട് മോർണിംഗ് ജസ്റ്റ് അതിൽ തേങ്ങാപ്പാൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കേണ്ട വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതും അവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപാട് തന്നെ എനിക്ക് ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യണം. കാരണം ഹസ്ബൻഡ് പെട്ടെന്ന് മോർണിംഗ് പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ 2-3 ഫ്രണ്ട്സും ബ്രദറും വരുന്നുണ്ടെന്ന്. അപ്പോൾ വേഗം തന്നെ എല്ലാം ചെയ്തു വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ബീഫിൻ്റെ മസാലയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കുക്കറിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബീഫിൻ്റെ മസാലയും അവിടെ ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്കി ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം ഞാൻ പുഡിങ്ങിൻ്റെ ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ എല്ലാം സെറ്റാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഹസ്ബൻഡിൻ്റെ അർബാബിൻ്റെ അൽസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഇതിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഗസ്റ്റൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് പോയിട്ടുണ്ട്. ആ വീഡിയോ ക്ലിപ്പൊന്നും ഞാൻ ആഡ് ആക്കിയിട്ടില്ല. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ താഴേക്ക് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ താഴെ വന്നതാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അവരെ ഫാമിലി ആയിട്ട് നമുക്ക് സൂവിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് നമ്മളങ്ങനെ അവരെ കൂടെ പോകലാണ്.
ഇവിടെ അടുത്തായിട്ട് ഉള്ള ഒരു സൂ ആണിത്. ഇപ്പോൾ വന്നിട്ടിപ്പോൾ ആകെ 2-3 മാസമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ പെരുന്നാൾക്ക് അങ്ങനെ ഓപ്പൺ ആയതായിരുന്നു. അങ്ങനെ അവർ വെറുതെ നമ്മളവിടെയൊക്കെ പോയി മക്കൾക്കും കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആവുമല്ലോ, അങ്ങനെ അവിടെ പോയി അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ അധികം മൃഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ കാണാത്ത കുറേ മൃഗങ്ങൾ അവിടെ പോയപ്പോൾ കാണാൻ പറ്റി. അപ്പോൾ ബാക്കി വീഡിയോ നിങ്ങൾ കാണുക. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ തന്നെ 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഇനി റൂമിലേക്കാണ്. ഇനി റൂമിൽ പോകണം, ഫുഡ് കഴിക്കണം, കിടന്നിറങ്ങണം. ഇതൊക്കെയായിരുന്നു നമ്മൾ ഇവിടുത്തെ ഈദ് സെലിബ്രേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും വരാം. ടാറ്റാ, ബൈ.